കാട്ടാക്കടയിൽ തെരുവു നായ്ക്കളുടെ ആക്രമണം വർദ്ധിക്കുന്നു. ഒരാഴ്ചക്കിടെ കടിയേറ്റത് 10ഓളം പേർക്ക്. ഇതിൽ എട്ടുരുത്തി പ്രദേശത്ത് മാത്രം 5 പേർക്ക് കടിയേറ്റു. പെരുങ്കുളത്തിൻകരയ്ക്ക് സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളെയാണ് ആക്രമിച്ചത്. വിജയൻ എന്ന് പറയുന്ന ആളെയാണ് ആദ്യം ആക്രമിച്ചത്. തുടർന്ന് ഊന്നാപാറയ്ക്ക് സമീപം അടുക്കളയിൽ ജോലി ചെയ്തു നിന്നിരുന്ന സരസമ്മയാണ് രണ്ടാമത് ആക്രമിച്ചത്. സരസമ്മയുടെ ബഹളം കെട്ടെത്തിയ ഭർത്താവ് തെരുവ് നായ വിരട്ടി ഓടിക്കുകയായിരുന്നു. തുടർന്ന് നായ നടന്നു പോവുകയായിരുന്ന സരസു എന്ന സ്ത്രീയെ ആക്രമിച്ചു. അവിടെ നിന്ന് വിരണ്ടോടിയ നായ സമീപ പ്രദേശത്തെ ലളിത എന്ന സ്ത്രീയെ ആക്രമിച്ചു. ഇത് കണ്ട് അയൽവാസിയായ സാബു എന്നയാൾ രക്ഷിക്കാൻ വരികയും അയാളെയും ആക്രമിക്കുകയായിരുന്നു. സാബു എന്നയാളുടെ കയ്യിലാണ് കടിയേറ്റത്. തുടർന്ന് പരിക്കേറ്റവർ കാട്ടാക്കട ഗവൺമെന്റ് ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലുമായി ചികിത്സ നേടി. തെരുവ് നായ മറ്റു സമീപ പ്രദേശത്തുള്ള നായ്ക്കളെയും ആക്രമിച്ചതായി പറയുന്നു. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തെരുവ് നായ്ക്കളെ പിടിച്ച് വന്ധീകരിക്കാനുള്ള നടപടി കൂടി പഞ്ചായത്ത് എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഞാൻ രാവിലെ കോഴഷീറ്റിൻ്റെ അവിടെ പോയപ്പോഴത്തേക്ക് ഒരു പട്ടി കിടന്നായിരുന്നു. ആ പട്ടി ഞാൻ കണ്ടില്ലായിരുന്നു പട്ടി ആദ്യം. രണ്ടാമത് വെള്ളം എടുത്തൊരു തിരിഞ്ഞപ്പോഴത്തേക്ക് പട്ടിയെ കണ്ടു. ആ പട്ടി ഞാൻ ഇങ്ങനെ കുനിഞ്ഞ് കല്ലെടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് പട്ടി തിരിച്ചു വന്നു ഉടനെ വന്ന് കടിക്കായിരുന്നു. ഞാൻ അങ്ങനെ കൈ തടുത്തിട്ട് ഒരു അടി കൊടുത്തപ്പോൾ പട്ടി ഓടി ഞാൻ ഇവിടം വരെ ഓടിച്ചുകൊണ്ട് വന്നായിരുന്നു. ഈ റോട്ടിൻ്റെ ഇവിടം വരെ ഓടിച്ചുകൊണ്ട് വന്നതിന് ശേഷം നേരെ കുളത്തിൻ്റെ ഭാഗത്തോട്ട് പോയി. അവിടെ 4-5 പേരെ കടിച്ചു. ഞാൻ എന്നിട്ട് ഉടനെ കൈ കഴുകിയിട്ട് നേരെ മണിയാറോളം ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് നേരെ ജനറൽ ആശുപത്രിയിൽ പോയി. അവിടെ പോയി ഒരു 11 മണിയൊക്കെ ആയപ്പോൾ 2 ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അങ്ങനെയാണ്. എൻ്റെ പേര് സാബു എന്നാണ്. ഞാൻ രാവിലെ കാപ്പി കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടിലെ അവിടെ ഒരു ലേഡി ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരെ പട്ടി ആക്രമിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഞാൻ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടിച്ചെന്നതാണ്. അപ്പോൾ എൻ്റെ കൈക്ക് ആ സമയത്ത് കടിയേറ്റു. പിന്നീട് ഇവിടെ കാട്ടാക്കടയുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലുമായിട്ട് ഞാൻ ചികിത്സ തേടി. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 5ഓളം പേർക്ക് കടിയേറ്റതായിട്ടാണ് എൻ്റെ അറിവ്. അതിൽ ചില ആളുകളെ ഞാൻ നേരിട്ട് കാണുകയും ചെയ്തു. ഇപ്പം ഈ അടുത്ത നാളിലാണ് ഇത് കൂടിയത്. പക്ഷേ ഇതിനു മുമ്പും ഇവിടെ പലർക്കും ഈ ഏരിയയിലൊക്കെ പട്ടി വിഷബാധ ഏറ്റതായിട്ട് ഞാൻ അറിഞ്ഞിരുന്നു. വാർഡ് മെമ്പർ വന്നു. അദ്ദേഹം വിവരങ്ങളൊക്കെ ചോദിച്ച് അറിഞ്ഞ് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്.